അന്യസംസ്ഥാന തൊഴിലാളിയുടെ ആക്രമണത്തിൽ 2 ദമ്പതിമാർ കൊലയപ്പെട്ടിരിക്കുന്നു. കോട്ടയം തിരുവാതിക്കൽ വിജയകുമാറും മീരയും. കുറച്ചു നാളുകൾക്ക് മുമ്പ് തന്നെ ഇവരുടെ മകൻ ഗൗതം ട്രെയിൻ തട്ടി മരിച്ചിരുന്നു. ഇത് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊല ചെയ്തിരിക്കുന്നതാകട്ടെ അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന അന്യസംസ്ഥാന തൊഴിലാളിയായ അസം സ്വദേശിയായ അമിത് ഉറാങ്ങാണ്. കുറേ നാളുകൾക്ക് മുമ്പ് അവരുടെ വീട്ടിൽ നിന്ന് ഈ ദമ്പതിമാരുടെ ഫോൺ മോഷ്ടിക്കുകയും അതിൻ്റെ പേരിൽ കേസാവുകയും ഏകദേശം 5 മാസത്തോളം ഇയാൾ ജയിലിൽ കിടന്നു, റിമാൻഡിലായിരുന്നു. ജയിലിൽ നിന്ന് ഇറക്കുവാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ ജാമ്യം കിട്ടിയതുമില്ല. മാത്രമല്ല ഇയാളുടെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന സ്ത്രീ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്തു. പുറത്തേക്ക് ഇറങ്ങി അയാൾ ഉറപ്പിച്ചു ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ജയിലിൽ 5 മാസം കഴിഞ്ഞതിൻ്റെ പരിചയമൊക്കെ ആയി കഴിഞ്ഞു. തിരിച്ചെത്തി അദ്ദേഹം ഈ പറഞ്ഞ തന്നെ കേസിൽ കുടുക്കിയ തൻ്റെ മുതലാളിമാരായിട്ടുള്ള വിജയകുമാറിനെയും മീരയും തീർത്തു. സുഖമായി തീർത്ത ശേഷം അയാൾ ഒളിവിലേക്ക് പോയി. വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. നാട്ടുകാർ പോലും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അതിനുശേഷം മാളായിലുള്ള ഒരു കോഴി ഫാമിൽ ഇയാൾ ഒളിവിൽ താമസിക്കുകയായിരുന്നു. എന്തായാലും പോലീസിന് ഒരു കാര്യത്തിൽ പൊൻതൂവലാണ്. കാരണം കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നു. ഈ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ്. നമ്മുടെ കേരളത്തിൽ ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ വന്ന് കഴിയുന്നവർ ആരൊക്കെയാണെന്ന് നമുക്കറിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങളുടെ വീട്ടിലേക്ക് പെയിന്റ് പണിക്കായിക്കോട്ടെ മറ്റു പണിക്കായിക്കോട്ടെ വരുന്ന ഒരു തൊഴിലാളി അയാൾ ഇവിടെ ഓതറൈസ്ഡ് ആയിട്ടാണോ താമസിക്കുന്ന അറിയുക എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അയാൾക്ക് ആധാർ കാർഡ് ഉണ്ടോ? ആധാർ കാർഡ് ഒറിജിനലാണോ? ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകൾ എത്ര പേർ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇയാൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു തരത്തിലും ഒരു പാവ ലുക്കിലുള്ള മനുഷ്യൻ, പക്ഷേ അയാൾ കൊണ്ടു നടന്ന ഇത്ര മൃഗീയമായിട്ടുള്ളൊരു സ്വഭാവമാണ്. ഇതൊന്നും ആദ്യമായിരിക്കില്ല. ഒരുപക്ഷെ ബംഗ്ലാദേശിലോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ നടന്ന ശേഷം നാട്ടിലേക്ക് എത്തിയാളാവാം. ഇത്തരത്തിൽ പിടിച്ചതും പിടിക്കപ്പെടാത്തതുമായ നിരവധി ആൾക്കാർ നമുക്കിടയിലുണ്ട്, കൊടും ക്രൂരതയുള്ള ക്രിമിനലുകൾ. നമ്മൾ പൊതുവെ ഇവരെയൊക്കെ ബംഗാളികൾ എന്ന ഒറ്റ പേരിൽ വിളിക്കുമ്പോൾ ബംഗാളികൾ മാത്രമല്ല, ബംഗ്ലാദേശിൽ നിന്നും അസമിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഒളിവിൽ താമസിക്കുവാൻ പറ്റിയ സ്ഥലമാണ് കേരളമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ 2 ദമ്പതിമാരെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അവരുടെ സാധനങ്ങൾ മോഷ്ടിച്ചു, അത് ചോദ്യം ചെയ്തു, കേസായി. എന്നാൽ പിന്നെ അവരെ തട്ടിയേക്കാം എന്നുള്ള നിഷ്ഠൂരമായ ചിന്താഗതിയിലേക്ക് എത്തണമെങ്കിൽ അത് ചെറിയൊരു മനസ്സായിരിക്കില്ല, ഒരു കൊടും ക്രിമിനലിൻ്റെ മനസ്സായിരിക്കും. ഓരോ ട്രെയിനുകൾ വരുമ്പോഴും അന്യസംസ്ഥാനത്ത് നിന്ന് നിരവധി ആൾക്കാരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ നല്ലവർ തന്നെയാണ്, ജോലിക്ക് വേണ്ടി വരുന്നവർ തന്നെയാണ് സംബന്ധിച്ചു. പക്ഷേ ആ കൂട്ടത്തിൽ കൊടും ക്രിമിനലുകൾ ഇവിടെ എത്തുന്നുണ്ട്. അവരെ കണ്ടെത്തുവാൻ എന്ത് സംവിധാനമാണ് നമുക്കുള്ളത് എന്ന് നമ്മുടെ സിസ്റ്റം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു വലിയ ഓപ്പറേഷൻ നടത്തി കുറേ പേരെ പിടിച്ചതുകൊണ്ട് കാര്യമില്ല. അത് തടയുവാൻ വേണ്ടിയുള്ള സിസ്റ്റം നമ്മൾ ഇപ്പോഴും ആലോചിക്കണം. നമ്മളിപ്പോൾ ദുബായിലേക്കോ സൗദിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കോ ജോലിക്ക് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള തെളിവോടുകൂടി, പാസ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ മറ്റ് വിസയോടുകൂടിയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ടും ഫെഡറൽ സംവിധാനമുള്ള രാജ്യമായതുകൊണ്ടും മറ്റൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വിസയോ പാസ്പോർട്ടോ ആവശ്യമില്ല. പക്ഷേ അവർ വരുമ്പോൾ അവർ കൃത്യമായിട്ട് അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നും എന്താണ് കൃത്യമായ അഡ്രസ്സെന്നും എന്താണ് അയാളുടെ സ്വഭാവമെന്നും നേരത്തെ ഏതെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഈ പുതിയ കാലഘട്ടത്തിൽ. കാരണം നമ്മുടെ നാട്ടിൽ ഒരാൾ കൊലപാതകം ചെയ്താൽ പോകുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അടുത്ത ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇവർക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റും. പിന്നെ ഇവരെ കണ്ടെത്തുവാൻ എളുപ്പമല്ല. ഇവരുടെ പേര് പോലും ചിലപ്പോൾ വ്യാജമായിരിക്കാം. ഇവർ ഇവിടെ പറയുന്ന പേരായിരിക്കില്ല അവരുടെ യഥാർത്ഥ പേര്. അവരുടെ രൂപം മാറ്റാൻ എളുപ്പമായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റം അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരാൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ അയാൾക്ക് പാസ്പോർട്ടും വിസയൊന്നും ഇല്ലെങ്കിലും കൃത്യമായിട്ട് അയാളുടെ തെളിവുകൾ ശേഖരിക്കുവാൻ, അയാളുടെ ബയോമെട്രിക്സുകൾ കണ്ടെത്തുവാൻ തീർച്ചയായിട്ടും ഉള്ള ഒരു സിസ്റ്റം കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ സ്വഭാവം വെച്ചിട്ട് പണിയെടുക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ പണിയെടുക്കുവാൻ ഇനിയും ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നുകൊണ്ടിരിക്കും. വൃദ്ധന്മാരുടെ നാടാണ് നമ്മുടേത്. മക്കളൊക്കെ വിദേശത്തായിരിക്കാം. ഇത്തരം ആൾക്കാരെ കണ്ടെത്തി കൊല്ലുവാനും അവരെ സമ്പത്തെടുക്കുവാനും വളരെ എളുപ്പമാണെന്ന് മറ്റാൾക്കാർക്ക് കണ്ടെത്തുവാൻ സിമ്പിളാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സംഭവത്തിന്റെ പേരിലെങ്കിലും കണ്ണു തുറന്നുകൊണ്ട് ഈ ഒരു കൊലപാതകം ഉണ്ടായിട്ട് അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് ഉണ്ടാവാതിരിക്കുവാനുള്ള ഒരു മുൻകരുതൽ എടുക്കേണ്ടത് നമ്മുടെ സിസ്റ്റമാണ്. അതിനുവേണ്ടി തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എത്ര പേർ താമസിക്കുന്നുണ്ട്, അവർക്ക് കൃത്യമായ ജോബ് കാർഡുണ്ടോ, അവർക്കല്ലെങ്കിൽ സർക്കാരിൻ്റെ വകയായിട്ടൊരു കാർഡ് കൊടുക്കുക. അതിനകത്ത് അവരുടെ ഒരു കാർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം നമുക്ക് കണ്ടെത്താൻ പറ്റുക. ഓൺലൈൻ്റെ കാലഘട്ടമല്ലേ.
എൻ്റെ വീട്ടിലേക്ക് ഒരു തൊഴിലാളി വരുന്നു, അയാളുടെ ഒരു കാർഡുണ്ട്, ആ കാർഡ് മേടിച്ചിട്ട് ഞാൻ സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അയാളുടെ വേറെ ബോർഡ്സ് എനിക്ക് അറിയാൻ പറ്റണം. ആ നിലയ്ക്ക് ഇപ്പോൾ ചെയ്യാൻ വലിയ പാടൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ ഒരു സംഭവത്തിന് തുടർച്ച ഉണ്ടാവാതിരിക്കട്ടെ. ഇത്തരത്തിലുള്ള നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ, ജിഷയെ കൊന്നത് ഗോവിന്ദചാമി ഒരു അന്യസംസ്ഥാനക്കാരനായിരുന്നു. നമ്മുടെ നാട്ടിൽ നിരവധി പേരാണ് അന്യസംസ്ഥാനക്കാരുടെ കൈകൊണ്ട്, ഞാൻ അതിഥി തൊഴിലാളി എന്ന് പറയുന്നില്ല, അവരുടെ കൈകൊണ്ട് കൊലപാതകം ചെയ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 100-ൽ 90 പേരും ചിലപ്പോൾ വളരെ ജെനുവിനിറ്റി ആയിട്ട് ഇവിടെ പണിയെടുക്കാൻ വേണ്ടി വരുന്നവരായിരിക്കാം. പക്ഷേ 10% ആൾക്കാർ ഇപ്പോഴും കൊടും ക്രിമിനലുകളുണ്ട്, കള്ളന്മാരുണ്ട്, മോഷ്ടാക്കളുണ്ടെന്ന് ഓർത്തിരിക്കുക.